ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പ്രസവരക്ഷയുടെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഔഷധി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പ്രസവരക്ഷയ്ക്കായിട്ടുള്ള ആയുർവേദ മരുന്നുകളും ലേഹ്യങ്ങളും ഒക്കെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുഴമ്പും സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കും കൂടി അത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലിടും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിലൊന്നും ഇപ്പം അധികം എനിക്ക് ചെയ്യാനായിട്ടുള്ള നേരം കിട്ടത്തില്ല. 2 ഉണ്ണികളായപ്പോഴത്തേന് കുറച്ച് തിരക്കിലായി പോയിട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിൽ നമ്മൾ ഇപ്പം എടുക്കാൻ പറ്റാത്തത്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യം തന്നെ എനിക്ക് അവിടുന്ന് ഔഷധിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടോ ഇത്. ധന്വന്തരം തൈലാണ് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഇത് ദേഹം മൊത്തത്തിൽ തേച്ചിട്ട് കുളിക്കണം. ഞാൻ ഇതാണ് യൂസ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പൊ ഇതാണ് ധന്വന്തരം തൈലം. ഇത് ഔഷധിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, നാൽപ്പാമര എണ്ണയാണ് കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ണിക്കിപ്പം തേച്ച് കുളിപ്പിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് നല്ലതാണ് കേട്ടോ. നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും മുഖത്തെ പാടുകളൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. എൻ്റെ ഫേസിൽ അങ്ങനെ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഫേസിൽ എണ്ണ അധികം ഉപയോഗിക്കാറില്ലായിരുന്നു. പക്ഷെ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മുഖത്തിന് നല്ല മാറ്റമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കിത് നല്ല എൻ്റെ ഫേസിന് നല്ല മാറ്റമൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ ഇത് ഒരു നല്ലൊരു എണ്ണയൊക്കെയാണ് കേട്ടോ. ഇത് 40 എണ്ണ. പിന്നെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇത് തലയിൽ തേക്കുന്ന ഒരു ആയുർവേദ എണ്ണയാണ് കേട്ടോ. ഇത് നമ്മൾ തലയിൽ സ്കാൽപ്പിലൊക്കെ പൊട്ടി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ പയറുപൊടി വെച്ച് കഴുകി കളയണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഇത് തേച്ചിട്ട് കുളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തലയിൽ തേക്കുന്ന എണ്ണ. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് പിന്നുള്ള അരിഷ്ടങ്ങളാണ് കേട്ടോ. ഇതാണ്ട് ഇത് അഫയാരിഷ്ടം എന്ന് പറഞ്ഞിട്ടൊരു അരിഷ്ടമാണ് കേട്ടോ. ഇത് ഇത് ഒരു എനിക്ക് പൊതുവെ ഈ കഷായ അരിഷ്ടം കുടിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് കഴിച്ചപ്പോ ഒരു നല്ല ഇച്ചിരി ചവർപ്പൊക്കെ ഉള്ള ഒരു വൈനിന്റെ ടേസ്റ്റ് ഒക്കെ തോന്നിട്ടാ. അപ്പം ഇത് 20 മില്ലി വെച്ച ഭക്ഷണത്തിന് ശേഷം 2 നേരം കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത് കഴിക്കാറുണ്ട്. ഇതാണ് ഒരു അരിഷ്ടം. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് ഇതാണ്, ഇതൊരു ലേഹ്യാണ് കേട്ടോ, ശവനപ്രകാശം. ഇത് നമുക്ക് ഔഷധിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് കേട്ടോ, ശവനപ്രകാശം. ഇതിന്റെ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് രാത്രി 1 നേരം കഴിക്കാനുള്ളതാണ് കേട്ടോ, ഉള്ളില് കഴിക്കുന്ന ലേഹ്യം. പിന്നെ ഉള്ളത് ഒരു പൊടിയാണ് കേട്ടോ. ഇത് നമ്മള് വെള്ളത്തില് കലക്കിയിട്ട് കുടിക്കേണ്ട, വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കേണ്ടതാണ് കേട്ടോ. ഒരു പൊടിയെന്ന് വെച്ചാല് ഗുളുച്ചാതി കഷായ സൂക്ഷ്മ ചൂർണം. ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഈ ഡെലിവറിക്കാണ് കേട്ടോ കഴിക്കുന്നത്. മോന്റെ ആദ്യത്തേന് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു പൊടികളൊന്നും ഞാൻ അങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ടില്ല. നമ്മള് പിന്നെ ആയുർവേദ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ കഷായവും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അരിഷ്ടം ഉണ്ടാക്കി കുടിക്കുകയായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. അപ്പം ഇതവര് അതിന്റെ ലിസ്റ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടാ. അപ്പൊ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ചൂർണം ഇട്ടിട്ട് 6 മിനിറ്റ് തിളപ്പിക്കുക. 1/2 ഗ്ലാസ് വീതം 2 നേരം ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കാനാണ് കേട്ടോ. അപ്പൊ ഇതിന് നല്ല ചവർപ്പാണ് കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. നല്ല ചവർപ്പാണ് കേട്ടോ. ഇതാണ് പിന്നുള്ളതെന്ന് വെച്ചാല് ഇവിടുത്തെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ലേഹ്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പൊ പകുതി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ചുക്കും ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ലേഹ്യാണ് കേട്ടോ. ഇതിപ്പം ഒരു ബക്കറ്റ് ഫുള്ള് ഉണ്ടായിരുന്നു. ഇത്രയും ഞാൻ കഴിച്ച് തീർത്താണ് കേട്ടോ. ഇത് ഇച്ചിരി അത്യാവശ്യം ചവർപ്പൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇത് ഉള്ളി ലേഹ്യം. ഇതും ഇവിടുത്തെ അമ്മ എനിക്ക് പ്രസവരക്ഷയ്ക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതും ഉള്ളിയും ശർക്കരയും നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. സത്യം പറയാലോ, ഇതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ലൊരു എന്താ പറഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിൽ നിന്നൊക്കെ കടുംപായസം ഒക്കെ കഴിക്കില്ലേ, ആ ഒരു പായസത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നല്ല നെയ്യും നല്ല ശർക്കരയൊക്കെ ഇട്ടാ.
ഇതിലെനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് അധിക ദിവസം ഇരിക്കില്ലെന്ന് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വാരി വാരി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രസവ രക്ഷയ്ക്കായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ.